ഹേ ഗായ്സ്, എല്ലാവരും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ വീഡിയോ നമുക്ക് മൂന്നാം ദിവസമാണ്. മൂന്നാം ദിവസം ഇവിടെ ചെയ്യാനുള്ളത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് ചെറിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ഇതൊരു വീഡിയോ ഗോഗോ ഐലൻഡ്, ഗോഗോ ലാൻഡ് സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചറൊക്കെ ആയിട്ടുള്ളത് ഗോഗോ ലാൻഡാണ്. അത് ഞാൻ എന്തായാലും ഒരു ദിവസം വന്നിരിക്കും, ഉറപ്പാണ്. അത് അവിടെ കാണിച്ചു തരാം. ഇത് ചെറിയൊരു ഐലൻഡാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ കൊടുത്തേക്കും, ഉറപ്പാണ്. കാരണം എല്ലാവരും വിസിറ്റ് ചെയ്തേ പറ്റും. സ്ഥലമാണിത്. അപ്പോൾ ഇതേ നല്ല വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. നല്ല ഫോറസ്റ്റ് കാടുകളൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതെന്തായാലും മസ്റ്റ് വിസിറ്റാണ്. ഇതെന്തായാലും ഞാൻ പറയും. ഇവിടെ കുറേ റിസോർട്ടുകളുണ്ട് പുഴത്തിൽ. ഇതൊക്കെ നല്ല ആഴമുണ്ട് ഗൈസ്. ഈ വെള്ളമൊക്കെ നല്ല ആഴമുള്ള വെള്ളമാണ്. കായലിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഏതൊരാളാണ് അവിടെ ഇരിക്കുന്നത് തോന്നുന്നുണ്ട്. ഓ, ഏതൊരു കാക്ക പോലത്തെ ഏതൊരു പക്ഷി തൊടാൻ പറ്റും. കായലിൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മളവിടെ ഒരു ബീച്ച് കാണാം. നിങ്ങൾക്ക് ആ അറ്റത്തൊരു ബീച്ച് കാണുന്നുണ്ടാവും. അറബിക്കടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ കായൽ, ഇവിടെ അറബിക്കടൽ, രണ്ടും കൂട്ടുമുട്ടുന്നതാണ് അവിടെ ഇത് വരുന്നത്. സ്പോട്ട് ഞാൻ മെൻഷൻ ചെയ്യും, ഉറപ്പാണ്. ആ അറ്റത്തൊരു പാറ കാണുന്നുണ്ട്. നമുക്ക് നോക്കട്ടെ തൊടാൻ പറ്റുമെന്ന്. ഈ കുരിശ് ഇവിടെ ഒരു പള്ളിക്കാര് കൊണ്ടുവച്ചതാണ്. ഇതൊരു കുരിശ് റോക്കാണ്. ഇവിടുത്തെ കുരിശിൻ്റെ ആൾക്കാർ തൊട്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതും ഈ പള്ളിയാണ്. ഇത് നല്ല വ്യൂ ഒക്കെ സ്ഥലമാണ്. ഓ, അവിടെ ബീച്ചാണ്. അത് ഇവിടെ ഒരു ബോട്ട് ജെട്ടിയാണ്. നമുക്ക് ഈ തമിഴ്നാട് കേരള ബോർഡർ ഫ്രണ്ടില് ആ പാലം കാണുന്നത് അത് തമിഴ്നാടാ. അത് തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അവിടെ നിന്നാണ് നമ്മളുടെ കന്യാകുമാരി തമിഴ്നാട് റോഡ്. നമുക്ക് അതെ, അവിടെയാണ്. അത് ആകാശത്താണ്. ഒരിക്കലെങ്കിലും കണ്ടേ പറ്റൂ. നമുക്കേ നമ്മളെ ബീച്ചിൽ പോവാം. പഠിക്കാൻ കുഴപ്പമില്ല. ഇവിടെ തിരിയല്ലേ? തിരിയോടെ അങ്ങോട്ട് പോകാൻ അലോടല്ലേ? ഇത് കാണാനുള്ള വലിയ കാഴ്ചയാണ്. നല്ല ഇതിലും എപ്പോഴെങ്കിലും കണ്ടില്ലെങ്കിൽ അത് മുതലാണ്. പൈസൊക്കെ ലാസ്റ്റ് ഞാൻ പറയും, ഉറപ്പാ. അവിടെ സെൽഫിയാണ്. വൈബിൻ്റെ ആണ് ഇവിടെ. രക്ഷയില്ല, അടിപൊളി. എന്തായാലും നമ്മൾ വന്നിരിക്കും, ഉറപ്പാണ്. നമ്മൾ എന്തായാലും വന്നിരിക്കും. ബീച്ചാണെങ്കിൽ അമ്മ ഹായ് പറ.
ഫോട്ടോസ് എടുത്തു എന്ന് എനിക്കൂടി അറിയില്ല. അവിടെ കുറേ പാറകൾ കാണാം. കോട്ടേജസ്. നമ്മൾ അങ്ങോട്ട് തിരിയുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ടോ ഡൗട്ടാണ്. നോക്കട്ടെ. ഈ കല്ല് അവിടെ അവിടെ കടൽ അപ്പുറത്തെ കടലിൽ ഹാർബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് കല്ല് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ചെറിയ കടൽ ഷോ ആയതുകൊണ്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മണലിലാണ് ഗൈസ്. അവിടെ ആൾക്കാരെങ്ങനെ അവിടെ കയറിയിരിക്കുന്നത്? ഇവിടെ ഇതിലെ കൂടെ വഴിയുണ്ട്. ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ യേശുവിന്റെ അമ്മയുടെയും ചിത്രമാണ്. ഓക്കെ. ചേട്ടന്മാരുടെ ഫ്രീ ഫയർ കളിക്കുന്ന തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കത് നോക്കണ്ട. അവിടെ ഫുള്ള് വേസ്റ്റ് കാര്യങ്ങളുണ്ട് അവർക്ക്. അതെന്താണെന്ന് അറിയത്തില്ല. ഓക്കെ. വൈബ് രക്ഷയില്ല. എലിഫന്റ് റോക്ക് അങ്ങനത്തെ സ്ഥലമുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നമുക്കറിയില്ല. ഈ ഒരു ബീച്ചൊന്ന് കാണേണ്ട വ്യൂ തന്നെയാണ്. ഇത് അടിപൊളിയാണ് ഗൈസ്. ഫ്ലോട്ടിംഗ് കോട്ടേജ്. സോ ഗുഡ്. നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്തു. ഇത് നമ്മുടെ 14 കോട്ടേജസ് എന്നാണ് അവർ പറഞ്ഞത്. ഇതൊരു ചെറിയ ഐലൻഡാണിത്. നമുക്ക് വെള്ളത്തിൽ തൊടാൻ പറ്റുമോ എന്നൊരു ഡൗട്ടാണ് ഗൈസ്. അറിയില്ല. കിട്ടുവാണ് ഗൈസ്. ഇതിങ്ങനെ വന്ന് നോക്കണം. എങ്ങനെ പറയാൻ ഞാൻ അതിലാണ് ഡൗട്ട്. ഓ ഗൈസ് കിട്ടുപോയി ഇവന്നെ പറയണം. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അസുഖം അറിയില്ല. കുറച്ച് ആൾക്കാര് ഫ്ലോട്ടിംഗ് കോട്ടേജസ് എന്നാണ് ഇതിൻ്റെ പേര്. 14 എണ്ണം ആണ്. ഇതെന്തൊരു പാറയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾ കാര്യം ഓർക്കണം, നമ്മൾ ഇവിടേക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൽക്കാട് കൂടെയാണ് നമ്മൾ ഈ ബീച്ചിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഓ ഗൈസ് അവിടെ തിരമാലയൊക്കെ ഉണ്ട്. സൂം ചെയ്തിട്ട് തന്നെ എടുക്കണം. ഇതാണ് കടലും കായലും ഒരുമിച്ച് ചേരുന്നത്. ഇതാണ് ഗൈസ് കടലും കായലും ഒരുമിച്ച് ചേരുന്നത്. അത് അവിടെയാണ്. ഓ അങ്ങേറ്റത്ത് കടലും ഇങ്ങേറ്റത്ത് കായൽ എന്നതാണ് അവിടെ. ഏത് അറബിക്കടലും ഇതുകൂടെ ചേരുന്ന? അതെ, അറബിക്കടലും ഈ നെയ്യാർ നദിയും കൂടെ ഒരുമിച്ച് ചേർന്നതാണ്. ഓ ഗൈസ് അതാ വെള്ളം അങ്ങോട്ട് വലിച്ച് കടലിൽ വലിച്ചോണ്ടിരിക്കുകയാണ്. ഓ ഗൈസ് ഫുള്ള് കടൽ വ്യൂ. ശരിയില്ല. നിങ്ങൾക്ക് അങ്ങേറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ആനപ്പാറ. ഇവർക്ക് പ്രാക്ടീസ് ഉള്ളതാണ്. ഇവിടുത്തെ ലോക്കൽസ്. നമുക്ക് ഇവിടെയാണ് ഇറങ്ങാൻ പറ്റുക അല്ലേ? അവിടെയാണ് ഇറങ്ങാൻ പറ്റാത്തത്. നമുക്ക് ഇറങ്ങേണ്ടതാണ് അങ്ങടാ. അവിടെ അവിടെ അല്ല, അപ്പുറത്തെ ബോട്ട് നേരെ. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാന്നാണ് പറഞ്ഞത്.
രക്ഷയില്ല. ഫോട്ടോ നിങ്ങൾക്ക് എടുത്താലും 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 കിട്ടില്ല. അത്ര ഫോട്ടോസാണ് ഇവിടെ കിട്ടുക. അതായത് എങ്ങനത്തെ ഇപ്പം എനിക്കറിയില്ല. നിങ്ങളെന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാൽ ഇവിടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോവുക. തമിഴ്നാട് ബോർഡർ കണ്ടു, അറേബ്യൻ സീ കണ്ടു. ഇപ്പം എന്താ പറവൂർ ബീച്ചാണ്. അതോ ഇതൊരു ഐലൻഡാണ്. ഇത് കാണുന്നത് ഐലൻഡാണ്. ഇത് കാണുന്നത് ഫുൾ ഐലൻഡാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ബീച്ച് തിരമാല അടിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാൻ അവിടെ സൂര്യൻ. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാണ്ടാണ് ഞാൻ അവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതും എല്ലാത്തിനും എക്സ്പ്ലോറിംഗ് ആണ്. എങ്ങനെയാണ് പറയാനില്ല. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മളിവിടെ ഓർഡർ പറഞ്ഞിട്ട് നേരെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഇതാ കാണാം. അവിടെ പോകും. അവരൊന്ന് ഓർഡർ എടുക്കാം. അവർക്ക് ഒരു ഓർഡർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. കഴിക്കാൻ ഇവിടെ രണ്ടുണ്ട്. സൈഡായിട്ട് ക്രാബ് വെക്കണമെന്നുണ്ട്. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാണ്. ഓർഡർ ചെയ്തിട്ട് നമുക്ക് നേരെ ആ കാണുന്ന മണലും ഹോഴ്സ് ഇതാണ് നമ്മുടെ മെനു വരുന്നത്. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇത് അവിടേക്കാണ് നമ്മളിനി വണ്ടി എടുത്തിട്ടുള്ളത്. കണ്ടൽക്കാട് ബീച്ച് ഇവിടെ രണ്ടിടത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹോഴ്സ് റൈഡ് ഉണ്ട്, ക്യാമൽ റൈഡ് ഉണ്ട്. നമുക്ക് ഉപ്പിലിട്ടതൊക്കെ വേണമെങ്കിൽ വാങ്ങാം. നമുക്ക് നോക്കാം. ബഡ്ജറ്റിനുള്ളത് ഉണ്ട്. ഞാനത് പറയുന്നത് എനിക്കിഷ്ടമായി. നമുക്ക് അവിടെ നിർത്താം. ആ ഒരു സൈഡിലായിട്ട് നിർത്തിക്കാം. നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുള്ളത് ആ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ്. നമ്മളെത്തി ഫൈനലി ബീച്ചിൽ അറൈവാണ്. ഇനി നേരെ നമുക്ക് ബീച്ചിൽ ഇറങ്ങിയിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത വെച്ച് കഴിഞ്ഞാൽ അവിടെ കായൽ, ഇവിടെ ബീച്ച്, രണ്ട് ഭാഗത്തായതുകൊണ്ട് കിടുവാണ് ഇവിടെ. ഇവിടുത്തെ കാറ്റും അവിടെ നല്ലൊരു ആംബിയൻസും, ഇവിടുന്ന് കാറ്റും അവിടെ നല്ല ആംബിയൻസും രണ്ടുകൂടിയും ചേരുമ്പോൾ കിടും. ഇത് ഫിഷിൻ്റെ എന്തൊക്കെയാണ് അറിയില്ല. ഇവിടെ ഇരിക്കട്ടെ. യെസ്, നമുക്കങ്ങനെ മെല്ലെ ഇവിടെ ഇരിക്കാം. നല്ല ആഴക്കള്ളിൽ കിടക്കാച്ചി വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. എല്ലാവരും ഇവിടെ. ഇനി എന്തായാലും ഞങ്ങളെ ഫോട്ടോസ് എടുത്തെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് കാണും നിങ്ങൾ. ഇത് കമൻറ്റ്. ആ സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ എന്താ മീൻ കറി, ചിക്കൻ, അങ്ങനെ എന്തോ എനിക്കെന്നെ കടലും കായലും വണ്ടി ഇങ്ങനെ ഫുഡ് കഴിക്കാം. അപ്പം ഇനി കുറച്ച് കഴിക്കട്ടെ. കഴിച്ചിട്ടാണ് നമ്മൾ ഫുഡ് പറഞ്ഞത് എന്തൊക്കെയാ ചെയ്യാൻ. കൂന്തൽ ഫ്രൈ, മീൻ കറി, മീൻ ഫ്രൈ, എല്ലാം നല്ല ഫീലാണ്. ചില ചെന്ന റൈസ്,
അവർ കൂന്തളുടെ വരുത്തുന്നത് നമ്മളുടെ സ്വന്തം പപ്പടാണ്. ക്രിസ്പി. ചോറിട്ട് തുടങ്ങാം. കുറച്ചോ നമ്മുടെ അടുത്ത മട്ടൻ അങ്ങനെ നല്ലത് ബിരിയാണി റൈസാണ്. ഇതെന്ത് മീനാന്ന് എനിക്കറിയില്ല, കഴിച്ചോക്കട്ടെ. അതെന്ത് മീനാ? ഞാൻ പ്രോൺസ് ഇടില്ലല്ലോ. കൂട്ടി കഴിച്ചോട്ടെ. കൂന്തൽ ഫ്രൈ, മീൻ പൊരിച്ചത്, ഇതെല്ലാം പാടെ ചേർത്തിരിപ്പിടി. ഇടും കാര്യം കണ്ണു കണ്ട് ഇവിടെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സമയം 6:30 ആവാറായി. ഈ ടൈമിൽ അല്ലെങ്കിൽ 4-5 മണിയാകുമ്പോഴേക്കും നിങ്ങൾ വരണം. ഞങ്ങൾ പോയ ടൈമിൽ വരികയാണെങ്കിൽ നല്ല വ്യൂ ഒക്കെയാണ്. അപ്പോൾ റിസോർട്ടുകൾ അതിനെ കറങ്ങി പോകുന്നു എന്നാണ് തോന്നുന്നത്, അറിയില്ല. വന്ന വഴി അതാണ്, പോകുന്ന വഴി ഇതാണ്. തിരിച്ചു പോകുന്നത് വേറെ വഴി, ഇത് സ്ട്രൈറ്റ് വഴിയാണ്. കാണാനുണ്ടോ അറിയില്ല. അച്ഛൻ്റെ ഉണ്ട് ഇത്ര. അവിടെ ഒരു ചെറിയ ബോട്ട് കാണാം നിങ്ങൾക്ക്. അതവരെന്തോ മീൻ പിടിക്കാൻ എന്തോ ചെയ്യാണ് അവിടെ. കണ്ടുപിടിക്കുന്നു ഇതാണ് എനിക്ക് ഇഷ്ടമായി. ഏതൊരു പായലകര് പൂന്തി കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് വേറെ എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകും. സോ നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം. ഇത് അർജൻറ്റായിരുന്നു, ഞാൻ പറഞ്ഞില്ല. 5 ആൾക്കാർക്ക് ഞങ്ങളൊക്കെ 5 ആൾക്കാർ, അച്ഛനമ്മ അച്ഛന്മാരുണ്ട് ആൾക്കാർ. ഞാൻ 5 ആൾക്കാർക്ക് 5000. അതുപോലെ തന്നെ കഴിക്കണോടത്ത് ചിലവായി, ഒരു 3 ചിലവായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി പൈസ പോവും, പക്ഷെ ഉള്ളത് കാണാം. ബീച്ച് സൈഡ്, കായൽ, ബേർഡ്സിനെ കുറേ കാണാം. ഹമ്മിങ് ബേർഡ്സ്, അങ്ങനത്തെ കുറച്ച് ബേർഡ്സിനെ നന്നായിട്ട് കാണാം. നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ ബോട്ട് ഗൈസ് അവിടെ കാണാം. ആ പച്ച കളർ ബോട്ട്, അവിടെ അവർ എന്തോ മീൻ പിടിക്കുകയാണ്. ഓ ഗൈസ് വലിയ ചൂണ്ടയിലൊക്കെയാണ്. അത് ചിലപ്പോൾ മീനിൻ്റെ ആൾക്കാരാവും. ഫുഡില്ലാത്ത മീൻ പിടിക്കുന്നവരെ ആവും. നമുക്കൊരു ഫ്ലൈറ്റ് കാണാനുണ്ട് അവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് ഡൗട്ടാണ്. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഏരിയയോട്ട് പോകുന്നതാണ്. നമ്മൾ അവിടെ എത്തട്ടെ, അവിടെ എത്തിയിട്ടാണ്. സോ അതെ, ഞങ്ങൾ എന്തായാലും ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടാമത്തെ ദിവസത്തിനെ മൂന്നാമത്തെ ദിവസം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ എന്തായാലും ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതൊരു വീഡിയോ കാണുന്നവരെ ബൈ.